വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് സബ്ജക്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ എങ്ങനെയൊക്കെയാണ് ആ സബ്ജക്ട്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. Then mechanics of solids again classified into two types, mechanics of rigid bodies and mechanics of deformable body. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ വേറെ ഡിഫോർമേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ അതിനെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞത് മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ ബോഡി എന്നാണ്. ഡീഫോമബിൾ ബോഡി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഡീഫോമേഷൻ സംഭവിക്കുകയാണെന്ന് വെച്ചാൽ ആ ഒരു ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്, അതിനെയാണ് ഡീഫോമബിൾ ബോഡി എന്ന് പറയുന്നത്. ഇനി മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്സ്. ഈ ഡൈനാമിക്സ് എന്ന് പറയുന്നത് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡീനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സ്റ്റാറ്റിക്സ്. ഡൈനാമിക്സ് എന്ന് പറയുമ്പം ഒരു മോഷനിലുള്ള വസ്തുവിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നത്. അതേസമയം ഈ ഡൈനാമിക് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്, കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല, നോട്ട് കൺസിഡർ. ഓക്കെ, ഫോഴ്സ് നോട്ട് കൺസിഡേർഡ് ആണെങ്കിൽ അത് കൈനമാറ്റിക്സും, ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ കൈനറ്റിക്സും ആണ്. എന്നുവെച്ചാൽ ഒരു ബോഡി ഉണ്ട്, ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് അതിനൊരു മൂവ്മെൻറ്റ് സംഭവിച്ചത്. പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ് ഓക്കെ നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ അവിടെ നമ്മൾ അതിന് കാരണമായ ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലെന്ന് പറഞ്ഞാൽ നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഡീഫോമബിൾ ബോഡീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ എടുക്കുന്നത് ഇത്രയും പോർഷനിലുള്ള സബ്ജക്ട്സ് ആണ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന് സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഐഡിയൽ, ഫ്ലൂയിഡ്, വിസ്കസ് ഫ്ലൂയിഡ്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, ഈ കാര്യങ്ങളെല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. നോർമലി ബിടെക്കിന് പഠിക്കുന്നവർ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റും അതുപോലെ തന്നെ ഡിപ്ലോമയിലുള്ളൊരു ഹൈഡ്രോളിക്സ് എന്നുള്ള സബ്ജക്റ്റും ആയിട്ടാണ് ഫ്ലൂയിഡിൻ്റെ പഠിക്കുന്നത്. ഇനി ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് യൂണിറ്റ്സും ഡയമെൻഷൻസുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഏരിയയ്ക്ക് നമുക്കറിയാം മീറ്റർ സ്ക്വയർ, വോളിയം മീറ്റർ ക്യൂബ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ ലോ ഓഫ് മെക്കാനിക്സ് ആണ്. മെക്കാനിക്സിലെ കുറച്ച് ലോസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ലോസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ? അതിൽ മെയിനായിട്ട് പറയുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, മെയിനായിട്ടല്ല ഫസ്റ്റ് പറയുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. Every body continuous in its states of rest or uniform motion in a straight line unless it acts upon by some external force. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും പറയാം, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ്സ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൾഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി ആക്ടിങ് ഓൺ ഇറ്റ്. ഇത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബോഡി ചിലപ്പോൾ റെസ്റ്റിലായിരിക്കും, എങ്കിൽ അത് റെസ്റ്റിൽ തന്നെ തുടരുകയും, ഇനി യൂണിഫോം മോഷനിലാണെങ്കിൽ അത് യൂണിഫോം മോഷനിൽ തന്നെ തുടരുകയും ചെയ്യും. എപ്പോൾ വരെ എന്ന് ചോദിച്ചാൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ മാത്രം. സോ ഇതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇനി ഇതിനെ തന്നെ നമുക്ക് ലോ ഓഫ് ഇനേർഷ്യ എന്നും പറയാം, ഇതിനെ തന്നെ നമുക്ക് ലോ ഓഫ് ഇനേർഷ്യ എന്നും പറയാം. ഇനി ഇതിൽ ഡിഫൈൻ ചെയ്ത ടേം എന്തെന്ന് ചോദിച്ചാൽ അതാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്ത ടേമാണ് ഇനേർഷ്യ. അതേപോലെ ഇതിനൊരു കൺസെപ്റ്റ് കൂടെയുണ്ട്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയമാണ്. ഇതിലുണ്ടാകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ എന്ന് എപ്പോഴും പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നൊരു കാര്യം വെച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു എം എ. ഈ ഇക്വേഷനാണ് ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുമ്പം നമുക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ഓർ അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ലീനിയർ മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാസ് ഇൻറ്റു വെലോസിറ്റി, അതാണ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സെക്കൻഡ് ലോയിൽ ഡിഫൈൻ ചെയ്ത കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ലീനിയർ മൊമെൻറ്റം. ഓക്കെ, ലീനിയർ
മൊമെൻറ്റം. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇംപ്രസ്ഡ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. എഫ് ഇസ് ഈക്വൽ ടു എം എ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫൈൻ ചെയ്തത് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി. ദെൻ ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറഞ്ഞാൽ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ദാറ്റ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാം. സ്വിമ്മിംഗ് പൂള്, റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്, നമ്മൾ നടക്കുന്നത്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, ഇതെല്ലാം തന്നെ അതിലുള്ളതാണ്. ഇനി ഇതിൽ നമുക്കറിയേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് ഇതിൽ ഡിഫൈൻ ചെയ്തതെന്ന് വെച്ചാൽ റിയാക്ഷനാണ്. ഇതിൽ ഡിഫൈൻ ചെയ്തത് റിയാക്ഷനാണ്. ദെൻ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് പറയുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ന്യൂട്ടൺസ് തേർഡ് ലോ കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഈ ഒരു ലോ എന്ന് പറഞ്ഞാൽ ഇതൊരു യൂണിവേഴ്സൽ ലോയാണ്. ഇത് ഒരു യൂണിവേഴ്സൽ ലോയാണ്. ഞാനിവിടെ 2 മാസസ് എടുക്കുന്നു, M1 M2. അപ്പോൾ ഈ 2 മാസം ഞാൻ എടുത്തു. ഇതിന് നമുക്കറിയാമല്ലോ പരസ്പരം എന്താണ് അട്രാക്റ്റിംഗ് ഫോഴ്സസ് കാണും. അത് തന്നെയാണ് ഈ ഗ്രാവിറ്റേഷൻ ലോയിൽ പറയുന്നത്. നമ്മളിപ്പോൾ ഏതൊരു ബോഡി ആയാലും പരസ്പരമുള്ള ഒരു അട്രാക്റ്റിംഗ് ഫോഴ്സ് കാണും. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഞാൻ 6 എന്നും എടുത്തു. അപ്പോൾ ഇതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ ഉള്ള അട്രാക്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ല ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്, നോർമലി ഉള്ള ഫോഴ്സ് അങ്ങനെ എടുത്താലും മതി. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ മാസസിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇവിടുത്തെ ഡിസ്റ്റൻസിന് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ട്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന കോൺസ്റ്റൻ്റാണ് ജി ഇൻറ്റു M1 M2/r². ഈ ജിക്ക് ഒരു വാല്യൂ ഉണ്ട്. ജിയെ പറയുന്നതേ യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ജിയുടെ വാല്യൂ 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ന്യൂട്ടൺ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് യൂണിറ്റ് വരെ മാറ്റി ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 6.67 ഇൻറ്റു 10⁻11 തരും. പക്ഷേ പല യൂണിറ്റ്സ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം പ്രീവിയസിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഇതിലപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ഫോഴ്സ് മാസസിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അവിടുത്തെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ലോയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടുത്തെ മാസ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, മാസിൻ്റെ വാല്യൂ M1ൻ്റെ M2ൻ്റെ വാല്യൂ ഡബിൾ ചെയ്യുകയാണ്, രണ്ടിൻ്റെ വാല്യൂ ഡബിൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 4 ടൈംസ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഡിസ്റ്റൻസ് ഇല്ലേ, ആ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പകുതി ആവുകയാണെന്ന് വിചാരിക്കുക. ഹാഫ് ആണെങ്കിലും ഇവിടെ എങ്ങനെ എന്ത് തന്നെ വരും, F×4. കാരണം നമ്മൾ ഇക്വേഷൻ അറിയാം, F = M1 M2/r². ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ M1ന് M2ൻ്റെ വാല്യൂ ഡബിൾ ആവുമ്പോൾ എന്ത് വരും, 2×4 എന്നുള്ള രീതിയിൽ വരും. ഇതല്ലേ നമുക്ക് താഴെയും വരുന്നത്. ആറിൻ്റെ വാല്യൂ ഹാഫ് ആവുകയാണ് എന്ന് വെച്ചാൽ 1/2 ദി ഹോൾ സ്ക്വയർ, 4² വരും. ഇതിനെ മുകളിലോട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് താഴെ കിടക്കുന്ന മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് തന്നെ വരും, 4 ടൈംസ് തന്നെയാണ് വരുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റിയിൽ വേറെ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുകയാണെന്നിരിക്കട്ടെ, അതിനൊരു ലൈൻ ഓഫ് ആക്ഷനും ഉണ്ട്. അപ്പോൾ ആ ഒരു ലൈൻ ഓഫ് ആക്ഷനിൽ നമ്മൾ സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് ഏതൊരു പോയിന്റിൽ കൊടുത്താലും, ലൈൻ ഓഫ് ആക്ഷൻ്റെ ഏതൊരു പോയിന്റിൽ കൊടുത്താലും അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the condition of equilibrium or motion of a rigid body are unchanged if a force acting on a body is replaced by a force on the same magnitude and direction but applied at a different point on the same line of action. ഈ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു റിജിഡ് ബോഡി ഉണ്ട്, ഇതിനൊരു ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തേലെ ഫോഴ്സ് ഇതാ ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്, അടുത്തെടുക്കുമ്പം ഇവിടെ ആക്ട് ചെയ്യും. രണ്ടായാലും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ആ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ സെയിം മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്താലും അവിടെ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി. ഓക്കെ. അടുത്ത് നമ്മൾ പറയുന്നത് പാരലോഗ്രാം ലോയാണ്.
പാരലോഗ്രാം ലോ എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ലോ ദ സ്റ്റേറ്റ്സ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ദ റിജിഡ് ബോഡി ഈസ് അൺആൾട്ടേർഡ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ ഫോഴ്സ് ഓഫ് ദി സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബട്ട് ആക്ടിംഗ് എനിവെയർ ഓൺ ദ ബോഡി അലോങ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി റീപ്ലേസ്ഡ് ഫോഴ്സ്. ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഇതിപ്പം കോമൺ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് തന്നേക്കുന്നത് പാരലോഗ്രാം ലോയിൽ. ഈ കൺസെപ്റ്റ് ഞാൻ പറയുന്ന കൺസെപ്റ്റ് ഇത് നിങ്ങൾ നോക്കണമെന്നില്ല, ഞാൻ പറയുന്ന കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാലും മതിയാവും. ഞാനിപ്പോൾ ഒരു പാരലോഗ്രാമാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിത് ഒരു പാരലോഗ്രാമാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഈ പാരലോഗ്രാമിൻ്റെ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ക്യൂവും അതുപോലെ ഇത് പിയും. ഈ പിയും ക്യൂവും എന്ന് പറയുന്ന അഡ്ജസൻറ്റ് സൈഡ് ഞാൻ എടുത്തു. ഈ പിയുടെയും ക്യൂവിൻ്റെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എനിക്ക് എവിടെയായിരിക്കും കിട്ടുന്നത്? ഇതിൻ്റെ ഡയഗണലായിട്ടുള്ള റിസൾട്ടൻറ്റിലായിരിക്കും എനിക്ക് കിട്ടുന്നത്. പിയുടെയും ക്യൂയുടെയും മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് കിട്ടുന്നത് ഇവിടുത്തെ ഡയഗണലിലായിരിക്കും. ഇതാണ് പാരലോഗ്രാം ലോ പറയുന്നത്. അതുപോലെ 2 അഡ്ജസൻറ്റ് സൈഡിനിടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തീറ്റയും, അതുപോലെ ഡയഗണലും നമ്മുടെ ഒരു അഡ്ജസൻറ്റ് സൈഡും തമ്മിലെന്ന് വെച്ചാൽ ഹൊറിസോണ്ടലും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈയോ ആയിട്ട് ഞാൻ എടുത്തു. അങ്ങനെയെങ്കിൽ അവിടുത്തെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ √p² + q² + 2pq cos തീറ്റ. തീറ്റയല്ലേ എടുക്കേണ്ടത്, കാരണം പിയും ക്യൂവും കണക്ട് ചെയ്ത് എടുക്കുന്നത് തീറ്റയാണ്. അപ്പോൾ p² + q² + 2pq cos തീറ്റ. അതേസമയം നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം, tan φ കണ്ടുപിടിക്കേണ്ടതുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? q sin തീറ്റ ബൈ p + q cos തീറ്റ. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, ഇക്വേഷൻ ചോദിക്കാറുണ്ട്, പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട്. q sin തീറ്റ ബൈ p + q cos തീറ്റ. അതുപോലെ ഇതിൽ 2 കണ്ടീഷൻ കൂടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ തീറ്റ എന്ന് പറയുന്നത് 0 ആവുമ്പോൾ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും? മാക്സിമം ആയിരിക്കും വരുന്നത്. ഇവിടുത്തെ റിസൾട്ടൻ്റ് മാക്സിമവും പിയും ക്യൂവും സെയിം ഡയറക്ഷനിലും ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ r = p + q ആണ് വരുന്നത്. കാരണം രണ്ടും സെയിം ഡയറക്ഷനിലാണ്, അപ്പോൾ സെയിം സൈൻ ആയിരിക്കും വരുന്നത്. ഇനി തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആകുകയാണെങ്കിൽ, തീറ്റ = 180 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. പി ക്യൂവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ r = p - q എന്നാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വരുന്നതാണ്. ഓക്കെ, അടുത്ത് പറയുന്നത് ട്രയാങ്കിൾ ലോ. ഞാനിപ്പോൾ പറഞ്ഞ സെയിം തന്നെയാണ് ട്രയാങ്കിൾ ലോയിലും വരുന്നത്. എൻ്റെ ഈ പറഞ്ഞ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. വേറൊന്നുമല്ല, ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 forces acting simultaneously on a body are represented in magnitude and direction by 2 sides of a triangle taken in order, then their third side will be represent the resultant of 2 forces in the direction and magnitude taken in opposite order. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് ആണ് കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് പറയാം. ഇപ്പം ഞാൻ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് എടുത്തു. ഓക്കെ, ഇത് പി, ഇത് ക്യൂ. ഇനി പിയുടെയും ക്യൂയുടെയും റിസൾട്ട് എനിക്ക് കിട്ടുന്നത് ഇതിൻ്റെ അടുത്ത ലാസ്റ്റ് വരുന്ന സൈഡിൽ നിന്നായിരിക്കും എനിക്ക് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ റിസൾട്ടൻ്റ് കിട്ടുന്നത്. പക്ഷെ ഒന്ന് നോക്കിക്കേ, ഇത് ഈ ഒരു ഓർഡറിലല്ലേ പോകുന്നത്. പക്ഷേ എനിക്ക് റിസൾട്ടൻ്റ് കിട്ടുമ്പോൾ കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും റിസൾട്ടൻ്റ് കിട്ടുന്നത്. ഇതാണ് ട്രയാങ്കിൾ ലോയിൽ പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 forces acting simultaneously on a body are represented in magnitude and direction by 2 sides of a triangle taken in order, then their third side will represent the resultant of 2 forces in the direction and magnitude taken in opposite order. ഓക്കെ, അപ്പം ഇത് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കി ഈ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്നത് തന്നെയാണ്. ഇനി എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം നോക്കാം. വേറെ ഒന്നുമല്ല, ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഒരു ബോഡി, അതിലൊന്നും ഒരു ബോഡീനെ നമ്മൾ ഇൻഡിവിജ്വലി മാറ്റി നിർത്തിയിട്ട് അതിൽ എന്തൊക്കെ ഫോഴ്സസ് അനുഭവപ്പെടുന്നു അതിനെയാണ് നമ്മൾ അത് വരച്ച് കാണിക്കുന്നതാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബോൾ തറയിലിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ബോൾ തറയിലിരിക്കുന്ന സമയത്ത് ആ ബോളിൽ എന്തൊക്കെ അനുഭവപ്പെടാം? തറയിൽ നിന്നുള്ള ഒരു ഫോഴ്സ് അനുഭവപ്പെടാം. അതാണ് NR എന്ന് പറഞ്ഞിരിക്കുന്നത്. ബോഡിക്കൊരു വെയിറ്റ് ഇല്ലേ? അല്ല, ബോൾ എടുക്കുന്നതിന് ബോളിനൊരു വെയിറ്റ് ഇല്ലേ? അതാണ് W. ഇനി ഇത് വേറൊരു ബോളുമായിട്ട് 2 സൈഡിൽ വേറെ ഏതെങ്കിലും ഒരു ബോളുമായിട്ട് അട്രാക്റ്റഡ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ 2 സൈഡിലും എന്ത് കാണും? അതിനൊരു ഫോഴ്സ് കാണും. സോ അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഒരു സൈഡിലാണെങ്കിൽ ഒരു സൈഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഡിവിജ്വലി ആ ഒരു ബോഡിക്ക് എന്തൊക്കെ ഫോഴ്സ് ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന വാരഗ്രൻസ് തിയറം ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് about any point is equal to the sum of the moment of the components of that force about the same point. Moment of a force about an axis is equal to the sum of the moment of its component about the same axis. Okay, ഒന്നുമില്ല, എളുപ്പമാണ്. ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എഫ് ഇൻറ്റു ഡി. എനിക്ക് ഈ എഫ് ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഈ ഒരു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൊമെൻറ്റ്. അപ്പോൾ ആ മൊമെൻറ്റിൻ്റെ സം എന്ന് പറയുമ്പം അതിൻ്റെ കമ്പോണൻസിൻ്റെ സം എനിക്ക് എടുത്താൽ മതിയല്ലോ. എന്ന് വെച്ചാൽ F1 ഇൻറ്റു D1 പ്ലസ് F2 ഇൻറ്റു D2 ഇങ്ങനെ എടുക്കാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ വാരഗ്രൻസ് തിയറം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ മെയിൻ മൊമെൻ്റ് കിട്ടണമെങ്കിൽ ആ മൊമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ കമ്പോണൻസിൻ്റെ സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സിൻ്റെ കമ്പോണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ആ മൊമെൻറ്റിൻ്റെ തന്നെ കമ്പോണൻസ് കാണും. അപ്പോൾ ആ കമ്പോണൻസിൻ്റെ സം എടുക്കുന്ന സമയത്ത് നമുക്ക് നോർമലി ആദ്യം പറഞ്ഞ അതേ മൊമെൻറ്റ് തന്നെ കിട്ടും. അതിനെയാണ് വാരഗ്രൻസ് തിയറം എന്ന് പറയുന്നത്. ദെൻ മൊമെൻറ്റ് നമുക്കറിയാമല്ലോ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. നമ്മളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള അവിടെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അവിടെ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ലാമിസ് തിയറമാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ലാമിസ് തിയറത്തിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ 3 ഫോഴ്സസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഫോഴ്സസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനത്തെ ഫോഴ്സസ് ആയിരിക്കും? കോപ്ലനാർ എന്ന് വെച്ചാൽ ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, അതുപോലെ തന്നെ കൺകറൻറ്റ്. ഓക്കെ, കോപ്ലനാർ കൺകറൻറ്റ് ഫോഴ്സസ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് ഒരിക്കലും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള കോപ്ലനാർ കൺകറൻറ്റ് ഫോഴ്സസ് എടുക്കുന്നു. ഫോഴ്സസ് എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഫോഴ്സസ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. F1, F2, F3 ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിന് ഇടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്ന ഫോഴ്സസുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും, റേഷ്യോയിലായിരിക്കും. പക്ഷേ ഇത് എക്സ്പ്രസ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ സൈൻ ഓഫ് ദി ആംഗിളിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? 3 ഫോഴ്സസ്. അതെങ്ങനെയായിരിക്കും? ഒരേ പ്ലെയിനിൽ. അതുകൊണ്ടാണ് അതിനെ കോപ്ലനാർ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. കോപ്ലനാർ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. F1, F2, F3 കോപ്ലൻ കൺകറൻ്റ് അല്ല, പ്ലെയിനിൽ വന്ന കോപ്ലനാറും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ പോയിന്റ് മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്ലനാർ കൺകറൻറ്റ് ഫോഴ്സസ് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സോ അപ്പോൾ F1 ഈ F1ഉം F3ക്കും ഇടയിലുള്ള ആംഗിൾ ഞാൻ ബീറ്റ എന്ന് എടുത്തു. F1ഉം F2നും ഇടയിലുള്ള ആംഗിൾ ഗാമ. സോ ഇത് ആൽഫ. ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞു സൈൻ ഓഫ് ദി ആംഗിളായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അത് ഞാൻ F1 എടുക്കുകയാണ്. F1 ബൈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിൾസ് ആണ് സൈൻ ഓഫ് ദി ആംഗിളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ F1 ബൈ ഓപ്പോസിറ്റ് ആൽഫയാണ്. സോ സൈൻ ആൽഫ ഇസ് ഇക്വൽ ടു F2 എടുത്തു. F2ൻ്റെ ഓപ്പോസിറ്റ് വരുന്നതെന്ന് വെച്ചാൽ ബീറ്റയാണ്, സൈൻ ബീറ്റ. ദെൻ F3 എടുത്തു. F3യുടെ ഓപ്പോസിറ്റ് വരുന്നത് സൈൻ ഗാമ. ഈ ഒരു രീതിയിലായിരിക്കും നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ലാമിസ് തിയറം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നോക്കാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഏരിയ ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം റെഫറൻസ് ആക്സിസ്. അതാണ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം റെഫറൻസ് ആക്സിസ് ടു സെൻട്രോയിഡ്. ഇതിനെയാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു ടേമിൽ പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് മൊമെൻ്റ് എന്നോ അല്ലെങ്കിൽ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് മാസ് എന്നോ നമുക്ക് എന്ത് ചെയ്യാം പറയാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് വെച്ചാൽ റൊട്ടേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ mm⁴. മാസ് വെച്ചിട്ടുള്ളതാണെങ്കിലാണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ വരുന്നത്. ഏരിയ വെച്ചിട്ടുള്ളതാണെങ്കിൽ mm⁴ അല്ലെങ്കിൽ m⁴ വരുന്നത്. ഇതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, അത് പഠിച്ചു വെക്കണം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന പാരലൽ ആക്സിസ് തിയറം ആണ്. ഇതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയേണ്ടത് ഇതൊരു ട്രാൻസ്ഫർ തിയറമാണ്. എന്താണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ബോഡി കൺസിഡർ ചെയ്തു. ഈ ബോഡിയിൽ കറക്റ്റ് ഇവിടെ ഒരു സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസ്. അതുപോലെ ഇതിന് ഞാനൊരു റെഫറൻസ് ലൈൻ എടുക്കുന്നു. ആ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നതാണ് AB. അപ്പോൾ AB-യുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IAB-യും അതുപോലെ തന്നെ ഈ സെൻട്രോയിഡൽ ആക്സിസിൻ്റെത് IG ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി പാരലൽ ആക്സിസ് തിയറത്തിന് ഒരു ട്രാൻസ്ഫർ തിയറം എന്നാണ് പറയുന്നത്. കാരണം ഒരു ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മറ്റൊരു ആക്സിസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്.
ഇനി ഈ ഒരു തിയറം ആപ്ലിക്കബിൾ ആവണമെങ്കിൽ 2 ആക്സിസ് ഉള്ളതിൽ ഒരു ആക്സിസ് എന്ന് പറയുമ്പം എന്ത് തന്നെ ആയിരിക്കണം? സെൻട്രോയിഡൽ ആക്സിസ് ആയിരിക്കണം. സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു തിയറം എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആണ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ 2 ആക്സിസും എങ്ങനെയും ആയിരിക്കണം? ഒന്ന് മറ്റൊന്നിന് പാരലലും ആയിരിക്കണം, അതിലൊന്ന് സെൻട്രോയിഡൽ ആക്സിസും ആയിരിക്കണം. ഇതാണ് പാരലൽ ആക്സിസ് തിയറത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. IAB = IAB എന്ന് പറഞ്ഞാൽ എന്താണ്? AB എന്ന് പറയുന്ന റെഫറൻസ് ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണമെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു നോർമലി അവിടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അവിടുത്തെ ഏരിയ ഇൻറ്റു h². ഓക്കെ, h². h എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും വരുന്നത്? ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ h എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി മറ്റത് ഏരിയ ആണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? പാരലൽ ആക്സിസ് തിയറം. ദെൻ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു 3 ആക്സിസ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, X, Y, Z. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ X ഉണ്ട്, Y ഉണ്ട്. ഈ X ആക്സിസിന് Y ആക്സിസിന് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാമെങ്കിൽ Z ആക്സിസിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി തന്നെ ഈ മറ്റ് 2 ആക്സിസിൻ്റെ, അത് പെർപെൻഡിക്കുലർ കണ്ടീഷൻ ആണെങ്കിൽ മാത്രമാണ്. പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് വെച്ചാൽ ഒരു ബോഡിയിൽ ആ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണെങ്കിൽ മാത്രമുള്ള കാര്യമാണ് ഈ പറയുന്നത്. എങ്കിൽ ആ XX-ൻ്റെയും YYയുടെയും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൻ്റെ സം എടുത്താൽ Z ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ഇത് ഏകദേശം സിമിലർ ആണ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയിലും. അവിടെയും എന്ത് തന്നെയാണ് പറയുന്നത്? പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ഏരിയ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എടുക്കുമ്പോൾ അതിൻ്റെ ആക്സിസ് പാസ് ചെയ്ത് പോകുന്ന സെൻട്രോയിഡൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസ് പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെയും എങ്ങനെയായിരിക്കും വരുന്നത്? ഈ ഒരു XX-ഉം YY ആക്സിസിൻ്റെയും സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കിട്ടുന്നതാണ്. ഓക്കെ, അതാണ് ഈ കാണിച്ചിരുന്ന പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അതുപോലെ ഇനിയൊരു ടേം കൂടെയുണ്ട്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ വേറെ ഒന്നുമല്ല, ഞാനിവിടെ ഒരു ബോഡി കൺസിഡർ ചെയ്തു. സോ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഞാൻ G ആയിട്ട് എടുത്തു. അതുപോലെ എനിക്കിവിടെ ഒരു റെഫറൻസ് ആക്സിസ് ഉണ്ട്, അത് IAB ആണ് എൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഇങ്ങനെയെങ്കിൽ ഈ ആക്സിസ് ത്രൂ ഇതുവരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വെച്ചാൽ √IAB/A, ആ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ലാമിന is the distance from axis of reference where the whole area of the lamina is assumed to be concentrated. Okay, that is radius of gyration. അതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രിക്ഷൻ കൂടെ പറഞ്ഞിട്ട് പോവാം. കാരണം ഫ്രിക്ഷൻ വരുന്നതൊക്കെ അപ്ലൈഡ് മെക്കാനിക്സിലാണ്. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡയറക്ഷനിലാണ് ഇപ്പോൾ മോഷൻ നടക്കുന്നതെന്ന് വിചാരിക്കുക, മൂവ്മെൻറ്റ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്. അതുപോലെ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ മെയിൻലി 2 ടൈപ്സ് ആണ് വരുന്നത്. ഒന്ന് സ്റ്റാറ്റിക്, ഒന്ന് ഡൈനാമിക് ഫ്രിക്ഷനാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ സ്റ്റാറ്റിക് റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ബോഡിയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനാണ് ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ അറ്റ് റെസ്റ്റ്. ആൻഡ് ഡൈനാമിക് എന്ന് പറയുമ്പോൾ ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇൻ മോഷൻ. ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ 2 ടൈപ്സ്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. അതിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പം 2 ബോഡീസ് അല്ലെങ്കിൽ നമ്മുടെ സർഫസിൽ കൂടെ ഒരു ബോഡി സ്ലൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്നും, അവിടെ അനുഭവപ്പെടുന്ന സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോൾ ചെയ്ത് പോകുമ്പോൾ അനുഭവപ്പെടുന്നത് റോളിംഗ് ഫ്രിക്ഷനുമാണ്. അതുപോലെ ഇതിൽ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, എപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും കൂടുതൽ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഗ്രേറ്റർ ആയിരിക്കും എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ? ഡൈനാമിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഡൈനാമിക് ഫ്രിക്ഷൻ. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെയും ഡൈനാമിക് ഫ്രിക്ഷൻ്റെയും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ 1-2 ടേംസ് കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബോഡി നമ്മൾ നന്നായിട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അത് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ മാക്സിമം അതിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സാണ്. അപ്ലൈഡ് ഫോഴ്സ് കൂടുതലും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അവിടെ നടക്കുന്നത് ഫോർവേഡ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. അതേസമയം ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് കുറവും അവിടുത്തെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കൂടുതലുമാണെങ്കിൽ ആ ബോഡി എന്ത് കണ്ടീഷനിലിരിക്കും? റെസ്റ്റ് കണ്ടീഷനിൽ തന്നെ ഇരിക്കും. അതുപോലെ ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതിലൊരു നോർമൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്, അതുപോലെ അതിലൊരു റിസൾട്ടൻ്റ് ഫോഴ്സും വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഇടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ
ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ആംഗിൾ ഫ്രിക്ഷൻ എന്നും പറയും. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ നോർമൽ റിയാക്ഷൻ. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ബൈ നോർമൽ റിയാക്ഷനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞ ഒരു ടേം കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ബോഡി സ്ലൈഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യൂലേ, ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. അതുകൂടെ ഒന്ന് മൈൻഡിലിരിക്കുക.